അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വഹദ വസ്സലാത്തു വസ്സലാമു അലാ മന്നാ നബിയബാദ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ട്രൂ ഫെയ്ത്ത് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശശിധരൻ എന്ന അബ്ദുറഹ്മാനെയാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അസ്സാം വലൈക്കും വറഹമത്തുള്ള. വാലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ താങ്കൾ എന്നാണ് ഇസ്ലാം സ്വീകരിച്ചത്? എത്ര കാലമായി? ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് 22ാമത്തെ വയസ്സിലാണ് സ്വീകരിച്ചത്. 22ാമത്തെ സ്വീകരിച്ചിട്ട് പിന്നെ കല്യാണം നിക്കാഹും ഒക്കെ ആയത്. പിന്നെന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ ശബരിമലയിലെ ഗുരുസ്വാമിയാണ്. ഞങ്ങൾ ജനിച്ച് വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ ഉപ്പൻ്റെ സ്ഥലം കൊല്ലം, ഉമ്മൻ്റെ സ്ഥലം തൃശ്ശൂർ നാട്ടിയാണ്. പിന്നെ ജനിച്ച് വളർന്നതൊക്കെ ബാംഗ്ലൂർ. അങ്ങനെ ഇരിക്കെ ഞാൻ ശബരിമലയ്ക്ക് എൻ്റെ ഉപ്പ ആദ്യം കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ശബരിമലയ്ക്ക് മാലയിട്ട് അതെന്തിലോ കൂട്ടിക്കൊണ്ട് പോകും. കുറച്ച് വർഷങ്ങൾ ചെറുപ്പത്തിൽ, പിന്നെ കുറച്ച് 10-20 വയസ്സായപ്പോൾ 18 വയസ്സായപ്പോൾ അതിൻ്റെ നേക്ക് മനസ്സിലായി. ശബരിമലയിൽ പോയാൽ എന്താ ബെനിഫിറ്റ് എന്ന്. ഒരു 10-40 പേർക്ക് ഗുരുസ്വാമിയായിട്ട് പോവുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം പോയിട്ട് വരുവാണെങ്കിൽ അന്നത്തെ കാലത്ത് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂരിലെ കള്ളക്കാരെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പിന്നെ ഞാനും ശബരിമലയ്ക്ക് പോയിക്കൊണ്ട് എല്ലാ വർഷം ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ തിരുപ്പതി, പിന്നെ തിരുപ്പരംകുണ്ട്രം, പഴനി, ഇവിടെ എല്ലാം ഞാൻ സന്ദർശിക്കും. ഓരോരോ കാറുകളെടുക്കും, അല്ലെങ്കിൽ ബസ് എടുക്കും. എടുത്ത് എല്ലാവരും കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു നല്ലൊരു ബിസിനസ്സായിരുന്നു. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മ എപ്പോഴും ക്രിസ്ത്യാനീൻ്റെ ഇതിലാണ്, സമാധാനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ക്രിസ്ത്യാനീൻ്റെ ചിട്ടല്ല പോകുന്നത് അവർ. അങ്ങനെ അവർ ജ്ഞാനസ്ഥാനം എടുത്ത് ക്രിസ്ത്യാനിയായ ഒരു സ്ത്രീ എൻ്റെ ഉമ്മ. അങ്ങനെ ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ മെയിൻ പ്രേക്ഷിതയായിട്ട് അവിടെ ഉണ്ടായിരുന്നതാണ്. പോട്ട ആശ്രമം ഉണ്ടായിരുന്നു, 400 ബെഡ് ഉണ്ടായിരുന്നുള്ളന്ന്. ആ ബെഡിനകത്ത് ഫുള്ളായപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രം ചാലക്കുടി ബ്രിഡ്ജിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. അവിടെ ഇപ്പോൾ 8 നില കെട്ടിടങ്ങളും 6 നില കെട്ടിടം എല്ലാം ഡിവൈൻ്റെ വകയാണ്. അവിടുത്തെ ഡയറക്ടർ വന്നിട്ട് പണിക്കലച്ചൻ, അഡ്മിനിസ്ട്രേറ്റർ വന്ന് തടത്തിലച്ഛനായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് എൻ്റെ ഉമ്മ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയതാണ് പ്രേക്ഷിതയായിട്ട്. പിന്നെ അങ്ങനെ റോമൻ കത്തോലിക്ക സഭയത്. പിന്നെ ഞങ്ങളെ വെക്കേഷനിൽ എല്ലാ വർഷവും അവിടെയാണ് കൊണ്ടുപോയി വിടുന്നത്. അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, കളിക്കാനും ഫുഡുകളും ഒന്നും വേറെ എവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശബരിമലയെ കുറിച്ചും പഴനി, തിരുപ്പരംകുണ്ട്രം, തിരുത്തണി ഇതിനെക്കുറിച്ചും എല്ലാം നല്ല പക്കായിട്ട് അതിലെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയ. അതേപോലെ തന്നെ ഇവിടെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും പിന്നെ പ്രാർത്ഥനാലയങ്ങളെല്ലാം യേശുവിനെ വിളിച്ച് പാട്ടും അത് നടക്കുന്നതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും നമുക്ക് എളുപ്പം. അങ്ങനെ ഇരിക്കെ തന്നെ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അക്ഷരപുരത്തിലായിരുന്നു ബാംഗ്ലൂരിലെ വർക്ക്ഷോപ്പ്. അടുത്ത് തന്നെ ബാങ്ക് ശബ്ദം കേൾക്കുന്ന രൂപത്തിലുള്ള അടുത്തായിരുന്നു വർക്ക്ഷോപ്പ്. അങ്ങനെ മുസ്ലിമുകൾ ഓട്ടോറിക്ഷ പാച്ച് വർക്കും പെയിൻറ്റിങ്ങും മെക്കാനിക്കും എല്ലാം എൻ്റെ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മുസ്ലിമായിട്ടും എല്ലാം നമ്മൾ കുറച്ച് അടുപ്പമുള്ളവരാണ്. എന്നാലും എനിക്കൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ വരാൻ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു സൈക്കിളിൽ ബാക്കിൽ കാരിയറിൽ ചായ കൊണ്ടുവരും. പിള്ളേരുണ്ടായിരുന്നു, 4-5 പേര് വർക്കറും ഹെൽപ്പറും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ രാവിലെ ഒരു 11:30 മണി ഒരു ചായ കുടിക്കും. അസർ കഴിഞ്ഞാൽ ഒരു 4:30-5 മണിയാകുമ്പോൾ ചായ കൊണ്ടുവരും. അതവരുടെ ഡ്യൂട്ടി. അപ്പം നല്ലൊരു മനുഷ്യനാണ്. ആ സൈക്കിളിൻ്റെ കാരിയറിൽ ബാക്കിൽ ചായ ക്യാൻ ഉണ്ടാവും, കന്നാസ് ഉണ്ടാവും. ആ സൈക്കിളിൻ്റെ ബോറിൽ ബക്കറ്റും വെള്ളം ഉണ്ടാവും, ഗ്ലാസ്സുകളുണ്ടാവും. അങ്ങനെ ചായ, അദ്ദേഹം പേര് അത്രയായിട്ട് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചായേൻ്റെ അത്ര നല്ല സ്നേഹത്തോടു കൂടി അയാൾ സലാം വലൈക്കും പറയും. ഞാനും വലൈക്കും സലാമെന്ന് പഠിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞതാണ്. വലൈക്കും സലാം നല്ല, അത് വായിനൊരു നല്ല, എനിക്കൊരു എന്തോ ഒരു മനസ്സിനൊരു വലിയൊരു റാഹത്ത് കിട്ടും. അപ്പോൾ ഇവനും നമ്മുടെ ചായക്കാരനും ഒന്നും ചിരിക്കും. പിള്ളേർക്ക് ഒരു പ്രാവശ്യം ഈ ചായക്കാരെന്ത് ചെയ്ത് എനിക്കൊരു 100 രൂപ കടം വേണം, നാളെ വൈകുന്നേരം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു.
ഞാനപ്പോൾ എന്ത് ചെയ്ത് 100 രൂപ കൊടുത്ത് പിറ്റേ ദിവസം അവൻ ചായക്കടയെല്ലാം ചായയൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരം ചായയും കൊടുത്തിട്ട് വൈകുന്നേരം 6 മണിക്ക് തരാമെന്ന് പറഞ്ഞതാണ്. 6 മണിക്ക് വന്നപ്പോൾ ഞാൻ ഇല്ല, ഞാൻ വേറെ എവിടെയോ പർച്ചേസിങ്ങിന് പോയിരുന്നതാണ്. അപ്പോൾ ചോദിച്ച് പിള്ളേരുടെ അടുത്ത് എവിടെ ശശി എവിടെയും ചോദിച്ചു. ഇങ്ങനെ സിറ്റി മാർക്കറ്റിൽ പോയിരിക്കുക, എന്തോ സാധനം വാങ്ങിക്കാൻ. എന്താ വിഷയം? ഇല്ല, കുറച്ച് പൈസ കൊടുക്കാനുണ്ട് പറഞ്ഞിരുന്നു, ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തരികയും ഞങ്ങൾ കൊടുത്തോണ്ട് ഞാൻ വാങ്ങിച്ചതാണ്, ഞാൻ 6 മണിക്ക് വന്ന് തരാമെന്ന് പറഞ്ഞു. ഞാൻ 6 മണി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഞാൻ വന്നിട്ടില്ലായിരുന്നു, 7 മണിയായി ഞാൻ വന്നില്ല. 8:30 മണിക്ക് വന്നപ്പോൾ അവിടെ തന്നെ ഇരിക്കുക. അവിടെ തന്നെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പൈസ തരാൻ വേണ്ടി ഇരിക്കുവാന്ന് പറഞ്ഞു. പിള്ളേർ പറഞ്ഞു, അണ്ണാ 5:30 6 മണിക്കോ വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, എടോ ഇവിടെ കൊടുത്തിട്ട് പോയാൽ പോരെ, നാളെ വരുന്ന ആളല്ല, എൻ്റെ വാക്ക് തെറ്റാൻ പാടില്ല. അപ്പോൾ എനിക്കൊരു ഷോക്കായി. ഇത്ര കറക്റ്റായിട്ട് നിങ്ങൾ ആരെ പഠിച്ചത്? ഞങ്ങളെ പഠിപ്പിക്കുന്നത് നബി കരീം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വരി, എനിക്ക് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് അള്ളാഹ് റസൂൽ ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ അത് പ്രകാരം ഞാൻ നടക്കാൻ കുറേ ബുദ്ധിമുട്ടി. ഇൻഷാല്ലാ പിന്നെ യശ്വന്തപുരം പള്ളിയിൽ റിയാൻ വൈ എന്നെ കലിമ ചൊല്ലിപ്പിച്ച്, ചുരുക്കി പറയാം, കലിമ ചൊല്ലിപ്പിച്ചു. എൻ്റെ വീട്ടിൽ കയറ്റിയില്ല. പിന്നെ തലയിൽ വെട്ടും കൊണ്ട് എൻ്റെ വെട്ടി. അൽഹംദുലില്ലാ വിക്ടോറിയ ഹോസ്പിറ്റലിൽ മരിച്ചെന്ന് പറഞ്ഞതാണ്, പക്ഷേ അള്ളാഹ് മരിക്കാൻ വിട്ടില്ല. അവിടുത്തെ ശ്രീനിവാസ് ഡോക്ടർ മരിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കും, ഇനി അരമണിക്കൂർ മരിക്കും. അദ്ദേഹത്തിന് 10-30 സ്റ്റുഡൻസുകളുമുണ്ട്, പഠിക്കുന്ന കുട്ടികൾ. കൊണ്ടുപോയി ട്രാലിയിൽ കൊണ്ടുപോയി തള്ളുന്ന ചെക്ക് ചെയ്ത് ശ്രീനിവാസ് പറഞ്ഞ് എൻ്റെ ഉപ്പൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് കവറെല്ലാം വാങ്ങിച്ചോളി, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ കവർ ചെയ്യാൻ. ജഡ്ക വണ്ടിയിൽ, കുതിര വണ്ടിയിലാണ് കൊണ്ടുപോകുന്നതെന്ന്. വണ്ടിയൊക്കെ പിടിച്ചോളി. പിന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് അയാൾ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 18 മിനിറ്റിൽ പോകും. അത്രയും എക്സ്പീരിയൻസ്. 10-30 പേര് ബോസാണ്. സ്റ്റുഡൻസുകൾ അദ്ദേഹത്തിൻ്റെ ബാക്കിലുണ്ടാവും, കിടത്തിയിട്ട് പോയ ആൾ. അപ്പോൾ ഒരു ഫർദായിട്ട് ഒരു സ്ത്രീ ആക്സിഡൻ്റായിട്ട് വന്നിരിക്കുക വിക്ടോറിയ ബാംഗ്ലൂരിൽ. എപ്പോഴും ഇങ്ങനെ ആക്സിഡൻറ്റ് കേസ് വന്നുകൊണ്ടിരിക്കും. ഈ പർദ കണ്ടപ്പോൾ എനിക്ക് വായിൽ കലിമ വന്നു, ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ. ഉറക്കനെ കൂകി. ട്രാലി കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ബാധിക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ വേണ്ടായോ എന്ന്. അപ്പോൾ അവിടെ പോലീസ് SI ഒക്കെ ഉണ്ടല്ലോ, പേഷ്യൻ്റ് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല. ട്രാലി ബേക്കിൽ തള്ളി. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ വന്ന് സിറിഞ്ച് വയറ്റിൽ കുത്തി വലിച്ചപ്പോൾ ഈ കട്ടയായ ബ്ലഡ് ഉണ്ടല്ലോ, വെട്ടുകത്തിയിൽ ഇതിൽ വെട്ടിയതാണ്. ഇതിൽ വെട്ടിയിട്ട് വയറ്റിൽ ഇത് ജാമായി. അപ്പോഴേ എനിക്ക് ശ്വാസം പോകാൻ ഇതായത്. ഇത് വലിച്ചപ്പോൾ ക്ലിയറായി. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ രക്ഷപ്പെടുത്തി അള്ളാഹു. പിന്നെ അങ്ങനെ ഇസ്ലാമിൽ വന്ന് ഞാൻ ഇവിടെ വന്നിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി പൊന്നാനിയിൽ പോയി. പിന്നെ കുറച്ച് ദിവസം ഇവിടെ കോഴിക്കോട് പോയിരുന്ന് ഒരു 40 ദിവസം. സർട്ടിഫിക്കറ്റിൻ്റെ പാസ്പോർട്ടൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഇവിടെ വന്നിട്ട് വരാൻ കാരണം ഡിവൈനാണ്. ഡിവൈനിൽ ഞാൻ അഡിക്ഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു ചെമ്മാടുന്ന്. അദ്ദേഹം ഇതിൽ അഡിക്റ്റാണ്. നല്ല സമ്പത്തുകാരനാണ്, ഗൾഫുകാരനാണ്. 2-3 പെൺകുട്ടികളാണ്, പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്. അവർ വലിയ വീടാണ് ചെമ്മാട്. അദ്ദേഹം ഒരു പ്രാവശ്യം അഡിക്ഷനിലുള്ളപ്പോൾ ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അഡിക്ഷൻ സെൻറ്ററിലെ ഉത്തരവാദിത്തം എനിക്കായിരുന്നു. മാനേജറൊക്കെ വേറെ ഉണ്ട്, ഉത്തരവാദിത്തം ഷെല്ലിൻ്റെ ഉത്തരവാദിത്തമല്ല എൻ്റെ അടുത്തായിരുന്നു. ഞങ്ങൾ ഷെല്ലിനകത്താക്കി. സംഭവമൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം 2 ധ്യാനം 2 ആഴ്ച ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ശരിയാവും, മെഡിസിനൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞ് അവരുടെ ഭാര്യ തലയിൽ തട്ടയിട്ടിട്ട് കരയുക, നല്ല കരച്ചിൽ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ ഞാനുണ്ട്, അദ്ദേഹത്തിന് ഒരു വിഷമവും വരില്ല, സന്തോഷമായിട്ട് പോയി 2 ആഴ്ച കഴിഞ്ഞിട്ട് വരിയെന്ന് പറഞ്ഞു. അങ്ങനെ സന്നിധിനിക്കാൻ ഞാൻ നല്ലോണം നോക്കി അവിടെ. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് സ്നേഹമായി. അവിടെ കുറേ
ഒരു 2-3 ആഴ്ച അവിടെ തന്നെ അവിടെ എല്ലാം ഫുഡൊക്കെ ഉണ്ട്, എല്ലാ സെറ്റപ്പുകളും അവിടെ ഉള്ളതാണ്. കഴിഞ്ഞിട്ട് ഡിസ്ചാർജിന് വിട്ടു. ഡിസ്ചാർജ് വിളിച്ചപ്പോൾ അളിയന്മാരൊക്കെ വന്ന് കൊണ്ടുപോയി. വളരെ നീറ്റായിട്ട് പോയി. ഒരാഴ്ചയോ 10 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് കെട്ടിയിട്ട് കൊണ്ടുവരിക വീണ്ടും. അങ്ങനെ 2-3 പ്രാവശ്യം വന്നു. പിന്നെ അളിയന്മാർ വരില്ലായിരുന്നു. അവർ വേറെ ആരെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ അവിടെ മെഡിസിനൊക്കെ കഴിക്കുക. പിന്നെ ബൈപ്പാസ് ഓപ്പറേഷൻ ആയത് ആളെ കുറച്ച് നെഞ്ചുവേദന എന്ന് പറഞ്ഞപ്പോൾ ധന്യ മിഷൻ ആസ്പത്രി ചാലക്കുടിയിലുണ്ട്, അവിടെ കൊണ്ടുപോയി അഡ്മിറ്റാക്കിയപ്പോൾ അവർ വന്നു. അപ്പോൾ അവർ പറഞ്ഞ് വൈഫ്, ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ചേച്ചി നിങ്ങൾ ഇനി ഒന്ന് ബേജാറാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ഞങ്ങൾ ഇനി ഏതെങ്കിലും സംഭവിക്കുവാണെങ്കിൽ പോട്ടെ ആശ്രമത്തിൽ വിടാം എന്നൊക്കെ പറഞ്ഞ് സമാധാനം. അപ്പോൾ നിങ്ങളും വരി കൂടെ, എൻ്റെ വീടൊന്ന് കാണി. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പറയാതെ തന്നെ അവരുടെ കൂടെ പോയി. മുസ്ലിമല്ലേ, ഇങ്ങനത്തെ കണ്ടീഷനിൽ എനിക്കും ബേജാറായി വന്നു. അൽഹംദുലില്ലാ ഇവിടെ അങ്ങ് ചെമ്മാട് വന്നു. അവർ വീട്ടിൽ നിന്നു. 16 നിന്ന് വർക്ക്ഷോപ്പ് ഓപ്പണാക്കി, അവരെ പൈസ സഹായിച്ച് വർക്ക്ഷോപ്പ് ഓപ്പണാക്കി, പണിക്ക് ഇവിടെ തന്നെ ഫിറ്റായി. അവർ തന്നെ മരുമോൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട് എൻ്റെ അമ്മോസക്കൻ്റെ വീട്. അവരെ മരുമോൻ എനിക്ക് പെണ്ണ് കാണിച്ചു, കല്യാണം കഴിഞ്ഞു. ഇപ്പം 4 കുട്ടികളുമുണ്ട് ഇവിടെ. ഒരു മോൻ ആലിം ഇത് ഖുർആൻ മനപ്പാഠം ചെയ്തവനാണ്. പിന്നെ ആലിം കോഴ്സും കഴിച്ചതാണ്. മോള് ആലിം അഫ്ലലുലമ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ 3ാമത്തത് BA. ഇനി ഒരു മോള്, അതിൻ്റെ ഇളയത് മോള് തന്നെയാണ്, അവൾ +1 പഠിക്കുക. ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആരുടെ പോയി യാചിക്കാതെ അൽഹംദുലില്ലാ ചെറിയ വീട്, ഒരു 3.5-4 സെൻറ്റിൻ്റെ ഒരു വീടും ഇതൊക്കെ അള്ളാഹു ഒപ്പിച്ച് തന്ന് ഇവിടെ അങ്ങ് സെറ്റിലാക്കി. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനി മതം മാറുന്നതെന്ന് വെച്ചാൽ, ഹിന്ദു വർഷത്തിലൊരു പ്രാവശ്യം ശബരിമലയ്ക്ക് പോകും. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവരും ഈസ്റ്ററും പിന്നെ ക്രിസ്മസ് ഉണ്ടാവും. ഈ ക്രിസ്മസിൽ ഒരു 10-15 ദിവസം മുമ്പ് തന്നെ കേരൾ വരും. കേരൾ എന്ന് പറഞ്ഞാൽ വീടായിട്ട് ബുക്ക് ചെയ്തിട്ട് ബാൻഡ് സെറ്റും തബ്ല അരമണി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഓരോരോ വീടുകളിൽ പോയി പാട്ട് പാടി അവിടുന്ന് വരുന്ന ഡൊണേഷനൊക്കെ പിരിച്ചിട്ട് ക്രിസ്മസിന് ഞങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യാനിയായിട്ടും നല്ല ടച്ചിങ്ങാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളുടെ ദൈവത്തിന് അത്ര ഇത് ചെയ്യില്ല എൻ്റെ ഉമ്മ. കാരണം അവർ വെട്ടും, രക്തം ചിന്തിപ്പിക്കും. കാളിയമ്മ, മാരിയമ്മ എന്നൊക്കെ കുറേ അമ്മമാരുണ്ടല്ലോ, അവർ വെട്ടും കുത്തും രക്തത്തിൻ്റെ ഇതൊക്കെ. ഇത് യേശു ക്രിസ്തു അടി വാങ്ങിക്കുന്ന ആളാണ്, പാവമാണ്. മറിയത്തിനെ ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ ഉമ്മ ക്രിസ്ത്യാനിയായി. പിന്നെ ഞാനും എന്ത് ചെയ്തു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വർഷത്തിൽ വെക്കേഷനിൽ മക്കളെ കൊണ്ടുവരുമല്ലോ, അപ്പോൾ ഞാനും അങ്ങ് ക്രിസ്ത്യാനി. അവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ തടത്തിലച്ഛന ജ്ഞാനസ്ഥാനം എടുപ്പിച്ചത് തന്നെ, ക്രിസ്ത്യാനി ആക്കിയത്. അങ്ങനെ ക്രിസ്ത്യാനി ആയതാണ്. ഇതിന് ക്രിസ്ത്യാനി ആവാത്ത മുമ്പ് ശബരിമലയ്ക്ക് പോയിട്ട് വന്ന് ഒരു 10-12 മല ചവിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഞാനപ്പോൾ ഗുരുസ്വാമി. കെട്ടിറക്കി വെച്ചാലും പൈസ, കയറ്റിയാലും പൈസ, എല്ലാത്തിനും പൈസ. 40-45 പേര് ബസ് ബുക്ക്, അതിലും പൈസ ഉണ്ടാക്കുക. എല്ലാവരും ഇത് കേരളം ക്രിസ്മസിന് ഒരു 10-20 ദിവസം മുമ്പ് തന്നെ വീടായിട്ട് രാത്രി കയറിയിട്ട് ആദ്യം തന്നെ ബുക്ക് ചെയ്യും വീട്. അപ്പോൾ തബല, ഹാർമോണിയം, മർക്കോസും ബാങ്കോസും ഒക്കെ കൊണ്ടുപോയിട്ട് ഹല്ലേലൂയ പാട്ടുകളൊക്കെ പാടി അവിടെ ഒരു ഇത് ചെയ്തിട്ട് അവിടുന്ന് ഡൊണേഷൻ പിരിച്ചിട്ട് ഒരു 5-6 വീട് ഇങ്ങനെ. അച്ഛനും ഉണ്ടാവും. അച്ഛന് പ്രശ്നമില്ല. അതിലെന്ന് പറഞ്ഞാൽ ഇതിൽ ബാംഗ്ലൂരിൽ വെച്ചാൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനികളെന്ന് ഇതില്ല, വേറുപാടില്ല. ചിലപ്പോൾ നമ്മൾ ഹിന്ദുവിൻ്റെ വീട്ടിലായിരിക്കും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം കുട്ടി ഓടി വരും അടുക്കളയിൽ, അതിൽ നിന്ന് കറി എടുത്തുകൊണ്ട് ഓടിപ്പോവും. അത്ര ഒരു ഇതില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ബാംഗ്ലൂരിൽ ഒരു ഇത് പ്രശ്നമില്ലാത്ത. ശബരിമലയിൽ പോകുന്ന സമയത്തും മാതാവിൻ്റെ ചർച്ചിൽ പോകും ഞാൻ, ശിവാജി മാതാവ്. രണ്ടും ഒരുമിച്ചായിരുന്നു.
പൂജയും ചെയ്യും, ചർച്ചിലും പോവും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാതാവിൻ്റെ ചർച്ചിൽ, മറിയത്തിൻ്റെ. ഉമ്മയ്ക്ക് എപ്പോഴും ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ചാണ് എപ്പോഴും. അത് ഹിന്ദു ഇതൊന്നുമില്ല. എൻ്റെ സമയം വരും. ഉമ്മ ഇപ്പോഴും അവിടെ തന്നെയാണ്? ഉമ്മ ഇപ്പോൾ അവിടെ തന്നെ ഡിവൈനിൽ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ, നിങ്ങളിപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്ക് വന്നു, ക്രിസ്തു മതത്തിലേക്ക് വന്നു, പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. ഇപ്പോൾ ഈ 3 മതങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു വിവരം നിൽക്കുന്നുണ്ടല്ലോ. അതെ അതെ. ഇപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റാൻഡും മറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? വളരെ വ്യത്യാസമല്ലേ? തീയും വെള്ളവും പോലെയല്ലേ? വളരെ വ്യത്യാസമല്ലേ? ഈ ലോകത്തിന് സൃഷ്ടി പരിപാലന ഒരാളുണ്ടല്ലോ. നമുക്ക് എല്ലാം സഹായിക്കാൻ ഒറ്റ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അവനെ എങ്ങനെ ആരാധിക്കണമെന്നാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. രാവിലെ എണീക്കുന്നത് മുതൽ കിടന്ന് ഉറങ്ങുന്നത് വരെ എന്തൊക്കെയുണ്ട് പരിപൂർണമായിട്ട് പഠിപ്പിച്ചതല്ല, കാണിച്ചു തന്ന് പഠിപ്പിച്ചിട്ട് പോയതാണ്. അൽഹംദുലില്ലാഹി ലദി ഹയ്യാന ബാദമ അമാതന വഇലൈൻ നുശൂർ. അല്ലേ? മരണത്തിന് ശേഷം തിരിച്ചും ജീവൻ നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ദൈവം അല്ലേ? അതിന് അള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇതല്ല. അള്ളാഹുവിന് അറബി ലാംഗ്വേജ് അത്രയേ ഉള്ളൂ. ഗോഡ് എന്ന് പറയും. നമ്മൾ ആരെങ്കിലും ഇംഗ്ലീഷ് നാട്ടിൽ നിന്ന് മുസ്ലിം വന്നാൽ ഗോഡ് എന്നേ വിളിക്കുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റായിട്ട് പറഞ്ഞ് കാണിച്ച് നഖം മുറിക്കുന്നത് മുതൽ നാടെങ്ങനെ ഭരിക്കണമെന്ന് വരെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പഠിപ്പിച്ചു. ഇപ്പോൾ ഹൈന്ദവ മതത്തിലുള്ള ആചാരങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നൊരവസ്ഥ ക്രിസ്തു മതത്തിലും അതെ. ഇപ്പോൾ ഇസ്ലാമിൽ വന്ന് നമ്മൾ നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലൊരു പിന്നെ എത്ര വ്യത്യാസങ്ങളാണ് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ പഠിപ്പിച്ച രീതിയിൽ അതേ രൂപത്തിൽ ഒളു എടുത്തിട്ട് കിബ്ലയ്ക്ക് അവമായിട്ട് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം എങ്ങനെ കിട്ടുന്നത് അല്ലേ? പിന്നെ പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ഒരു പ്രാർത്ഥന മതി നമുക്ക് എല്ലാ സംഭവത്തിനും. ഇത് പെർഫെക്റ്റ് ആവണം, അത്രയേ ഉള്ളൂ. എഴുത്തുകൾ അക്ഷരങ്ങൾ തെറ്റാതെ. അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇത് ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് 24 മണിക്കൂറും അള്ളാഹുവിനെ ധ്യാനിക്കാനുള്ള പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചതുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വെളിയിൽ പോവുക, വലത്തെ കാല് വെച്ചിട്ട് വാഹനത്തിൽ കയറുക, ബിസ്മില്ല എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഇരിക്കുക. സർവസ്തുതിയും അള്ളാഹുവിനാവുന്നു. സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. എത്ര അള്ളാഹുവിനെ കുറിച്ചിട്ട് ഇതിനായിട്ട് എന്താ 20 ഭാര്യയുടെ അടുത്ത് കിടക്കുന്ന സമയത്ത് വരെ പ്രാർത്ഥനയുണ്ട്. അതെ, ആലോചിച്ച് നോക്കിയേ, ഇത് ഏതാ ഉള്ളത്? അപ്പോൾ അള്ളാഹു നമ്മൾ സംരക്ഷിക്കുകയോ ഇല്ലയോ? സംരക്ഷിപ്പിക്കണം. അതാ, അനാവശ്യമായിട്ട് ആരെടുത്തും പൈസ കള്ളം പറഞ്ഞ് വാങ്ങിക്കാൻ പാടില്ല. 10 രൂപ വാങ്ങിച്ചാൽ 10,000 രൂപ പിന്നെ അടി വീഴാൻ അവിടെ സാധ്യതയുണ്ട്. ഇത് എൻ്റെ അമീർ പഠിപ്പിച്ചതാണ്. എന്നെ ഇസ്ലാം സ്വീകരിച്ച് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, എല്ലാ കാര്യവും നിൻ്റെ അടുത്ത് ഒരാൾ ഇരിപ്പുണ്ടെന്ന് നീ എപ്പോഴും ശ്രദ്ധിച്ചോ. അവനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി നിൻ്റെ കാര്യങ്ങൾ ചെയ്യും, നീ വിജയിക്കാം. അതുകൊണ്ട് അള്ളാഹ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സഹായങ്ങളല്ല. ഇപ്പോൾ വയസ്സായി, ആദ്യം ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് വർക്ക് ചെയ്യണം? അപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ചോട്ടാ മോട്ട, പിന്നെ ഇത് ഓട്ടോറിക്ഷേൻ്റെ പേച്ച് വർക്ക് ചെയ്യും, ഇതൊക്കെ ചെയ്യും. ഇപ്പം എന്തോ ഒരു അപകടം വന്നു പറഞ്ഞല്ലോ. ഏത്? എന്തൊരു അപകടം? അത് ഗ്രില്ല് ഫിറ്റ് ചെയ്യുമ്പോൾ, മേളിൽ ഗ്രിൽ ഫിറ്റ് ചെയ്യുമ്പോൾ തലയിൽ വന്ന് വീണതാണ്. ഒരു ടേബിൾ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ, അതിൻ്റെ പുറത്ത് കയറിയതാണ്. ഫിറ്റ് ചെയ്തിട്ട് പയ്യുണ്ട് അപ്പുറത്ത് പിടിച്ചിരിക്കുക. ഈ കാല് പൊട്ടിയപ്പോൾ തറയിൽ വീണപ്പോൾ ഇതും വന്ന് ഇടിച്ച്. അപ്പോൾ എനിക്ക് ആകെ അന്നും 2 മാസം അങ്ങനെ കിടന്നതാണ്. ഇപ്പോഴും 2 മാസം കിടന്നിട്ടാണ് എണിച്ചത്.
ഇപ്പോൾ ജോലി പോകാനായിട്ടില്ല? ഇനി ആയിട്ടില്ല, ജോലിക്ക് പോകാനായിട്ടില്ല. പിന്നെ എവിടെയും പുറത്തും പോകുന്നില്ല, ഒറ്റക്കിടപ്പ്. ഒരു പ്രാവശ്യം കിടന്നിട്ട് ഏണിച്ചപ്പോൾ എന്താ പറഞ്ഞു, എന്താ ജോലിക്ക് പോകേണ്ടത്, എത്ര ദിവസമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായെന്ന് പറയാം. അത്ര 2 മാസം ബോധമില്ലാതെ കിടന്നു? ബോധമില്ലാതെ കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് 300 ചില്ലാനും ഗുഹയിൽ അള്ളാഹു കിടത്തിപ്പിച്ചു ഗുഹവാസികൾ. അപ്പോൾ വിശ്വസിക്കണം വേണ്ട ഇത്. സാധാരണ 2 മാസം 2 മണിക്കൂർ പോലെ എനിക്ക് തോന്നി. അള്ളാഹുവിന് എങ്ങനെയാണ്? അള്ളാഹുവിന് 3000 അല്ല 3 കോടി ഉറപ്പിക്കാനും കഴിവുള്ളവനാണ്. ഈ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ ജീവനിരിക്കുന്നവരെ, ജീവൻ എപ്പോൾ പോകുമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ പോകുന്നത് എവിടെയാണെന്നൊന്ന് നമ്മൾ ആലോചിക്കണം. ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അല്പസമയം മതി മരണത്തിന്. ഈ മരണത്തിന് ശേഷമായിട്ടുള്ള ഒരു ജീവിതമുണ്ട് നമുക്കെന്നത് വിശ്വസിക്കണം. നമ്മൾ അവിടെ വിശ്വസിക്കുകയാണെങ്കിൽ നന്മയും തിന്മയും നമ്മൾ തിരിച്ചറിവ് വരും. സ്വർഗവും നരകവും ഉണ്ടെന്ന്. സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുക, അതേപോലെ തന്നെ നരകവും. ഒരു കണ്ണും കൊണ്ടും കാണാൻ പറ്റാത്ത, ഒരു ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തത്, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു എല്ലാ സെറ്റപ്പുകളും എന്നെന്നും ഒരു മരണമില്ലാത്ത ഒരു ജീവിതത്തിലോട്ട് പോകണം. നമ്മൾ ഇത് പോകണമെങ്കിൽ അതിൻ്റെ പരീക്ഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്താ, അത് നമുക്ക് പഠിപ്പിക്കാനാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പരിപൂർണമായിട്ട് എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം, പോകുന്നിടത്തും സുഖസുന്ദരമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് ഇതൊന്ന് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാത്തിനും പഠിക്കാനുള്ള എല്ലാ എല്ലാ മെത്തേഡുകളും ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ച് മെത്തേഡായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വരാൻ നോക്കി. ഇൻഷാ അല്ലാഹ്. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം.